ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇന്ന് മെയ് 1. നമ്മളെ തൊഴിലാളി ദിനാണ്. അത് മാത്രമല്ല കേട്ടോ, എൻ്റെ ലൈഫിൽ മെയ് 1 വലിയ പ്രത്യേകത ഉണ്ട്. കാരണം നമ്മളെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. 11ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ രാത്രി നല്ല മഴ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കറണ്ട് പോയി. ഞങ്ങൾ 3 നിലത്താണ് കിടന്നത് കേട്ടോ. ഒക്കെ കഴിഞ്ഞ് ഞാൻ കുളിക്കണതിൻ്റെ മുന്നേ തന്നെ ചായ അങ്ങോട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് ഓഫീസിൽ പോകണം. സാധാരണ ഒരു ദിവസം പോലെ തന്നെയാണ് ഇന്നും പോണത് കേട്ടോ. കഴിഞ്ഞ 10 കൊല്ലമായിട്ടും നമ്മൾ കേക്ക് മുറിക്കുകയോ ആഘോഷിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. കഴിഞ്ഞ കൊല്ലം നമ്മൾ അമ്പലത്തിലൊക്കെ ഒന്ന് പോയി ഉച്ചയ്ക്ക് ഒരു ബിരിയാണിയൊക്കെ വെച്ചു. അങ്ങനെ ചെറുതായിട്ടൊന്ന് സെലിബ്രേറ്റ് ചെയ്തു. ഇപ്രാവശ്യം അങ്ങനെ ഒന്നുമില്ല. 11ാമത്തെ കൊല്ലം നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. രണ്ടുപേരും രണ്ട് വശത്താണ്. ഒരാൾ ഇങ്ങേത്തല, ഇവിടെ കോഴിക്കോടാണ്. ഒരാൾ നാദാപുരം അങ്ങേത്തലക്കലാണ് കേട്ടോ ഉള്ളത്. ആ ഒരു ചെറിയൊരു ഇതുണ്ട്. അപ്പം ഞാൻ എന്തായാലും ഒരുങ്ങി സാധാരണ ദിവസത്തെ പോലെ ഓഫീസിൽ പോകാണ്ട്. അപ്പം ഞാൻ അന്ന് വാങ്ങിയ ആ ഡാസ്ലറിൻ്റെ ലിപ്സ്റ്റിക്കും വേറൊരു ഷെയ്ഡും കൂടെ കൂട്ടിയിട്ടാട്ടോ ഞാൻ ഇട്ടത്. അപ്പം നല്ലൊരു കളർ കിട്ടി. പിന്നെ വലിയൊരു പൊട്ടും തൊട്ടു. എന്നും മുടി ഇങ്ങനെ കഴിച്ചിട്ട് പോകണമെന്ന് വിചാരിക്കും. പക്ഷെ നല്ല വെയിലായതുകൊണ്ടേ അത് നടക്കൂല. മുടി കഴിച്ചിടുമ്പോൾ വേറൊരു ലുക്കാണ്, മുടി കിട്ടുമ്പോൾ വേറൊരു ലുക്കാണ്. എന്തായാലും മുടി ഒക്കെ ഏകദേശം തീരുമാനമായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ മാറ്റി കെട്ടി പോട്ടെ. നല്ലൊരു കമ്മലൊക്കെ ഇട്ടിട്ടുണ്ട്. ഈ ഡ്രസ്സ് ഞാൻ ആദ്യമായിട്ടാട്ടോ ഷോപ്പിലേക്ക് ഇടുന്നത്. ഇതിടുമ്പോൾ നല്ല ചൂടായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷെ ചൂടൊന്നുമില്ല. നല്ല നല്ല മെറ്റീരിയലാണെന്ന് തോന്നുന്നുണ്ട്. നല്ല ഇങ്ങനെ ഒട്ടിക്കിടക്കുന്ന മെറ്റീരിയലാണ്. പക്ഷേ ചൂട് എടുക്കണില്ല അങ്ങനെ കേട്ടോ. അപ്പം ഞാൻ എന്തായാലും കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് 2 കുപ്പി വെള്ളം, ചോറ്, പിന്നെ അനിയത്തിക്ക് കൊടുക്കാൻ മാങ്ങ ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴാണ് ഇന്നലെ ഇവിടെ വീടിൻ്റെ അടുത്ത് അച്ഛൻ്റെ പെങ്ങൾ കുറച്ച് മുല്ലപ്പൂ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് തലയിൽ വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ആകെ 3 ഉള്ളൂ. അതൊരു ചെറിയ സ്ലൈഡ് വെച്ചങ്ങാണ്ട് ഞാൻ തലയിൽ കുത്തി വെച്ചിട്ടോ. അത് ഭയങ്കര സ്മെല്ല്, മറ്റേ നല്ല ഉണ്ട മുല്ലല്ലേ, അതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ വെച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് വാട്സപ്പിൽ കുറേ മെസ്സേജ് വന്ന് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് വായിച്ചു നോക്കി. അതിൻ്റെ ഇടയിൽ വന്നൊരു വോയിസ് കേൾപ്പിച്ചു തരാം കേട്ടോ. അപ്പം അത് മൂത്തച്ഛൻ്റെ വകയുള്ള ചോദ്യം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് എല്ലാവരുടെയും സ്റ്റാറ്റസൊക്കെ നോക്കി സെറ്റാക്കി. ഞാൻ ജെമിനി വഴി സെറ്റാക്കി ഫോട്ടോ കണ്ടത്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. അപ്പം ഞങ്ങൾ രണ്ടാളും ഇന്ന് രാത്രിയായപ്പോൾ അതാണ് നമ്മുടെ DP ആക്കിയിട്ട് വെച്ചത് കേട്ടോ. ഞാൻ പോകാൻ മാറ്റിയിരുന്നപ്പോൾ കിങ്ങിണി ഉണ്ട്, TV കാണുന്നു. ആയുഷ് നീറ്റിട്ടില്ല. പിന്നെ വണ്ടിയൊക്കെ കാത്തുനിന്ന് 9 മണി കറക്റ്റ് ആകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ 5 മിനിറ്റുള്ളിൽ എന്തെങ്കിലും ഒരു വണ്ടി കിട്ടും കേട്ടോ. പിന്നെ നേരെ 9:15 കറക്റ്റ് 9:15 ആകുമ്പോൾ ഞാൻ രാമനാട്ടര, അതായത് ബസ് ഇറങ്ങിയിട്ട് കുറച്ച് നടക്കാണ്ടല്ലോ, കറക്റ്റ് 9:15 ആകുമ്പോൾ 9:14 ആകുമ്പോൾ ഞാനവിടെ ഷോപ്പിൻ്റെ താഴെ, ഓഫീസിൻ്റെ താഴെ എത്തും. പക്ഷെ പിന്നെയും പോസ്റ്റ് അടിച്ചിങ്ങനെ ഇരിക്കും. പിന്നെ ഇന്നലത്തെ മഴേൻ്റെ അതുകൊണ്ട് തന്നെ കറണ്ടിന് ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പം വെറുതെ ഇങ്ങനെ ഇരിക്കുക എന്നുള്ളായിരുന്നു രാവിലെ കുറേ നേരം മെയിൻ പരിപാടി കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 11 മണിക്ക് ശേഷമാണ് എനിക്ക് പഠിക്കാണ്ടായിരുന്നു, ടേബിളൊക്കെ പഠിക്കാണ്ടായിരുന്നു. അപ്പോൾ ആ ടേബിളൊക്കെ ഒന്ന് അടിച്ച് പഠിച്ചു. ടൈപ്പിങ് കാര്യങ്ങളൊക്കെ നോക്കാനൊക്കെ ഉണ്ട്. അതൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സെറ്റാക്കും. പിന്നെ സ്ട്രെയിൻ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ സിസ്റ്റത്തിൽ നോക്കിയിരിക്കുന്നില്ല കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോൾ കണ്ണിനും തലയ്ക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കില്ല. കുറച്ച് നേരം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ പരിപാടികൾ ചെയ്യും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പം അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല. ഇത് പറഞ്ഞാൽ ഒരു 3 മണിക്ക് ശേഷമുള്ള കേട്ടോ. ഉറക്കം തൂങ്ങിയിരിക്കുന്ന സമയമാണ് കേട്ടോ. അപ്പോൾ ഉറക്കം തൂങ്ങി അങ്ങോട്ട് എത്തണ ഒരു സമയമാണ്. ആ സമയത്ത് ചിലപ്പം ഫോണിലൊക്കെ കളിക്കും. കുറച്ച് നേരം അവിടെ ഇവിടേക്ക് ഒന്ന് പോയി നിൽക്കും. അങ്ങനെയൊക്കെയാണ് കേട്ടോ പരിപാടി ഉള്ളത്. സമയം പോകണ്ടേ. പിന്നെ ചൂട് കൂടുതലായിട്ട് ഇങ്ങനെ തോന്നുമ്പോൾ ഒന്ന് പുറത്തിറങ്ങി കാറ്റുള്ളൂ കേട്ടോ. കാറ്റ് എന്ന് പറയാൻ പ്രത്യേകിച്ച് നല്ല കാറ്റൊന്നുമല്ല. പക്ഷെ ഇന്നിപ്പോൾ തിരക്ക് കുറവാണ്. കാരണം മെയ് 1 കൊണ്ട് വണ്ടികളൊക്കെ എന്തോ ഒന്ന് കുറവുള്ള പോലെ തോന്നി. എന്നാൽ അതൊക്കെ കഴിഞ്ഞ് 4:30 ഞാൻ ഇറങ്ങി. എനിക്ക് അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് വാങ്ങാണ്ടായിരുന്നു അമ്മേൻ്റെ ബ്ലൗസ്. അതും വാങ്ങി നമ്മൾ നേരെ അനിയത്തിക്ക് മാങ്ങ കൊടുക്കാണ്ട് ആ മാങ്ങയൊക്കെ കൊടുത്തു. നേരെ അവിടെ നിന്ന് നിൽക്കാൻ നേരമില്ലായിരുന്നു നോക്കി. ഒക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലെത്തിയിട്ടോ. വീട്ടിലെത്തുമ്പോൾ 2 പേരും ഇവിടെ മുറ്റത്തിറങ്ങി കളിയാണ്, നല്ല കളിയിലാട്ടോ. അപ്പോൾ രാവിലെയും ഉച്ചവരെ വൈകുന്നേരം വരെ റൂമിനകത്ത് ഇരുന്നിരുന്ന് പിന്നെ വൈകുന്നേരം വെയിലൊക്കെ കഴിഞ്ഞിട്ടാട്ടോ പുറത്തിറങ്ങുക. അപ്പം നല്ല കളിയിലാണ് രണ്ടാളും. അങ്ങനെ ഞാൻ എന്തായാലും ഇനി ബാക്കി പരിപാടികൾ നോക്കട്ടെ. അങ്ങനെ നമ്മുടെ 11ാമത്തെ വർഷത്തെ വാർഷികം ഇങ്ങനെ സാധാരണ ദിവസം പോലെ തന്നെ കടന്നു പോയിട്ടുണ്ട്. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.